ഞാൻ ഇവിടെ ഉണ്ട്. താനിവിടെ തൂരിന്റെ മാതിരി ഒളിച്ചിരുന്ന വല്ല കാര്യമുണ്ടോ? എന്റെ രാമഭദ്രനെയും പ്രേമചന്ദ്രനെയും ആ ആനപ്പാറയിലെ തടിമാടന്മാർക്കിടയിൽ ഇട്ട് കൊടുത്ത് എടുക്കുകയല്ലേ? താൻ ഒരുമാതിരി കൊല്ലം തുടച്ച് ലേലത്തിൽ ചെയ്തതുപോലെ ഡബിൾ ഏജന്റായി അവർക്ക് രഹസ്യമായി ജാമ്യം എടുത്ത് കൊടുത്തിട്ടൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അത് പിന്നെ ഇവിടുത്തെ പിള്ളേർക്ക് പല്ല് കടിക്കാനും കോഴിയായി പെൺപിള്ളേരുടെ പുറകെ നടക്കാനും എല്ലാം അറിയൂ. കോഴി എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മതി മതി, ഇനി അതൊന്നും പിന്നെയും എഴുന്നള്ളിക്കണ്ട. അല്ലേ തന്നെ മിമിക്രിക്കാര് അതെടുത്ത് ഓവറാക്കി വെച്ചിരിക്കുക. നമ്മള് പിന്നെ നമ്മുടെ പിള്ളേരെ എങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോടാ? നമുക്കിവരെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയാലോ? ഇവന്മാരെ ദുബായിക്ക് വിട്ടാലോ? അത് നല്ല ഐഡിയ. തനിക്ക് വല്ല ഏജന്റിനെയും അറിയാമോ? പിന്നെ എനിക്കൊരു കിടില മനുഷ്യനെ അറിയാം. എത്ര ആൾക്കാരെയാണെന്നോ അങ്ങേര് കാരണം ദുബായിൽ സമാധാനമായി ജീവിക്കുന്നത്. നമ്മുടെ ദീപുവേസ് ആണോ? ഇത് അതൊക്കെ മേലെ മുതലാളി കണ്ടു തന്നെ മനസ്സിലാക്കണം. അസ്സലാമലൈക്കും. അവളാ നിങ്ങളാണോ 200? 200 500? 500 നിരോധിച്ചൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ കോയ? ആട്ടെ, നിങ്ങൾക്ക് വയസ്സുകാലത്ത് ദുബായിലേക്കും പോകണം. അച്ഛനല്ല, എനിക്ക് ചേട്ടന് വേണം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ ആനപ്പാറക്കാരുടെ തല്ല് കൊണ്ട് പഴുത്തിരിക്കുക. നിങ്ങൾ വേദാറാവണ്ട കോയ, ഞാൻ നിങ്ങളെ ദുബായിലെത്തിക്കാം. കോവളത്തേക്കുള്ള ഒരു ഷിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പക്ഷേ കുറച്ച് കായ ചെലവാകും. ഒരു 50,000 രൂപ ആകും. അതുമായിട്ട് നിങ്ങൾ നാളെ ബസ്റ്റാൻഡിലേക്ക് വരും. ഞങ്ങൾ അറബി പഠിക്കണോ? അറബി വേണ്ട, പക്ഷേ ഇതിന് കുറച്ച് സ്പെഷ്യൽ മലയാളം വേണ്ടി വരും. ആരെങ്കിലും ഞാൻ പഠിപ്പിച്ചു തരാം. ആരെ കണ്ടാലും എന്തിനാണ് ഈ എന്നങ്ങ് കാച്ചിക്കോണം. ഇനി ആരെയും എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാല് ഞാനൊരു കട്ട വാപ്പിടാനേ കിടക്കുന്നല്ല അകത്താണെന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ല, ദുബായിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണേലും മതി. നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ്സിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ നമുക്ക് നാളെ കാണാം. ഇവിടെ മുഴുവൻ ഒരേ ടൈപ്പ് മരങ്ങളാണല്ലോ. ദുബായിൽ ഇത്രമാത്രം മരങ്ങളുണ്ട്. ഇത് ഏത് മരം? ചിലപ്പോ ഈന്തപ്പനകളായിരിക്കും. എടാ, ഇത് ഈന്തപ്പഴം ആപ്രിക്കോട്ടും ഒന്നുമല്ല. ഇത് സീറ്റയിലെ കുപ്രസിദ്ധമായ അക്കേഷ്യ കാടാണ്. അക്കേഷ്യ കാട്. ആരുടെ ഈ ഫയലുകള്? നിനക്കൊന്നും സീനിയേഴ്സിനെ കണ്ട സല്യൂട്ട് ചെയ്യാൻ അറിയില്ലേ? സീനിയർമാരെ കണ്ട് സല്യൂട്ട് ചെയ്യണമെങ്കിൽ അഞ്ഞൂറാന്റെ മക്കള് ചാവണം. എന്ത് പറഞ്ഞടാ ബ്ലഡി ഫൂൾ? അയ്യോ, ഇങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ഒരു കാര്യമില്ലാണ്ടാണ് അവർ നമ്മളെ അടിച്ച് റൊട്ടിയാക്കിയത്. എടാ, നമുക്ക് തിരിച്ച് നാട്ടിൽ പോയല്ലോ. അത് പറ്റില്ല. തോറ്റ് പിന്മാറാൻ നമുക്കാവില്ല. നമുക്ക് വല്ല കരാട്ടെ ക്ലാസ്സിലും ചേർന്നാലോ? ആറ്റിങ്ങൽ ഒരു കാഡോ കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഗോൾഡ് മെഡലൊക്കെ സ്ഥിരം വാങ്ങുന്ന ടീമാണ്. അയ്യോ, അത് വേണ്ട. അവന്റെ ഡെമോയും തള്ളും സഹിക്കാൻ പറ്റുകയില്ല. അതിലും നല്ലത് വല്ലവന്റെ തല്ലുകൊണ്ട് ചാവുന്നതാ. എന്തേലും ഒരു ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. പാർട്ടിയിൽ വല്ലതും ചേർന്നാലോ? അത്രയ്ക്കും തൊലിക്കെട്ടി നമുക്ക് ഇല്ലല്ലോ. വല്ല കൊട്ടേഷൻ ടീമുമായി ബന്ധപ്പെട്ടാലോ? എന്നാ നമുക്ക് GP-യിലേക്ക് വിട്ടാലോ? അവിടെയാണല്ലോ ഈ കൊട്ടേഷൻ സംഘവും ലോക്കൽ സപ്പോർട്ടും ഒക്കെ നിറയെ കാണുന്നത്. ഒന്ന് പോടപ്പാ, അതൊക്കെ സിനിമയിൽ. ശരിക്കുള്ള ഗുണ്ടകളുടെ വിഹാരസ്ഥലം വേറെയാണ്. അതാണ് MH.
ഇങ്ങനെ ഇനി ആംബുലൻസിന്റെ ഡ്രൈവർ വല്ലതും ആണോ? ഈ ഓഞ്ഞ ഉപ്പുമാവ് എങ്ങനെ ഉടുപ്പില്ലാതെ കഴിക്കുന്നു? എടാ മോനെ, ഇവിടെ പുതിയതാണോ? അതെ, ചേട്ടനോ? ചേട്ടൻ ഫൈനൽ ഇയർ ആണോ? അതുക്കും മേലും ഫൈനൽ ഇയറിന്റെ മേളിൽ എന്തോന്നു? എംടെക് ആയിരിക്കും. അമ്പാനെ എന്താണ് അമ്പാനെ ഇവന്നോട് ചോദിക്കുക ഞാൻ ഏത് ഇയറാണെന്ന്. അണ്ണൻ ഒരു 10-15 കൊല്ലമായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ പാസ്ഔട്ട് ആയില്ലേ? എങ്ങനെ ആകാനാ? 10-40 സപ്ലി അല്ലയോ കിടക്കുന്നത്? അപ്പൊ പരീക്ഷ എഴുതാറില്ലേ? ഇല്ലല്ലോ. അതെന്താ? അണ്ണൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ്, ഒരിക്കലും പരീക്ഷ എഴുതില്ലെന്ന്. അതെന്തിനു? അത് ഒരു വലിയ കഥയാണ്. പരീക്ഷ എഴുതാതെ എങ്ങനെ പാസ്സാവും? പാസ്സായിട്ടില്ലല്ലോ, പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മളൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെ? അണ്ണന്റെ പേരിൽ നമ്മൾ പോയി പരീക്ഷ എഴുതും. സിമ്പിൾ. വെറുതെ അല്ല 40 സപ്ലി വന്നത്. ദേ നോക്കിക്കേ, അണ്ണന് വേണ്ടി ഞാൻ 14 പരീക്ഷ എഴുതി 14 സപ്ലി വാങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂടെ പരീക്ഷ എഴുതി വരുവാണ്. S3 ഇലക്ട്രിക്കൽ ടെക്നോളജി. ഇന്ന് ICS ആയിരുന്നില്ലേ? S1S2 ആയിരുന്നു അണ്ണ. ഞാൻ അറിയാതെ ഇലക്ട്രിക്കൽ എഴുതി പോയല്ലോ. ഏതായാലും പാസ്സാവില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ. ഇനി ഞാൻ ശ്രദ്ധിക്കണ്ണ. അണ്ണനാണ് കിടുവാണല്ലോ. അണ്ണാ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നീല ബുള്ളറ്റ് വല്ലതും വേണോ? അതൊന്നും വേണ്ട, ഞങ്ങൾ ആനവണ്ടി വന്നോളാം. കുറച്ച് മൊട സീനിയേഴ്സ് ഞങ്ങൾക്കിട്ട് പണി തരുന്നുണ്ട്, അവരെ ഒന്ന് ഒതുക്കണം. അത്രേ ഉള്ളോ? ഇതൊക്കെ ചീള കേസ്. അവന്മാരെ അണ്ണൻ വിചാരിക്കണ പോലെ അത്ര ചീട് കേസൊന്നുമല്ല. അവർക്ക് ആനപ്പാറയിലെ സപ്പോർട്ടുണ്ട്. ഏത് ഊളംപാറ സപ്പോർട്ടായാലും ഈ പ്രോബ്ലം ഞാൻ തന്നെ സോൾവ് ചെയ്യും. അണ്ണാ, ഊളംപാറയില്ല, ആനപ്പാറ. നാഴിക്ക് 40 വട്ടം എന്നോട് ശ്രദ്ധിക്ക അമ്പാനെ എന്ന് പറഞ്ഞിട്ട് അണ്ണന് യാതൊരു ശ്രദ്ധയുമില്ല. സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറി ടെമ്പോ കളയില്ല അമ്പാനെ. നിങ്ങൾ നാളെ അവന്മാരെ കോളേജ് ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തണം. ബാക്കി ഞാൻ ഏറ്റു. അമ്പാനെ, നീ പോയി കുറച്ച് റാപ്പിഡെക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ബുക്സ് വാങ്ങി വരണം. ഹിന്ദിയും കന്നഡയും ഉണ്ടായിക്കോട്ടെ ഒരു പദത്തിന്. അണ്ണൻ ബുക്ക് വെച്ചാണോ തെലുണ്ടാക്കാൻ പോകുന്നത്? അമ്പാനെ എന്ന് വിളിച്ച വാഗൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. തല്ല് കഴിഞ്ഞാൽ 5 ഡയലോഗ് അടിക്കണ്ടേ? ഇവിടെ ഇരിക്കുന്ന അമേരിക്കക്കാർക്കും ബാംഗ്ലൂരുകാർക്കും കാര്യം മനസ്സിലാവാൻ ഇംഗ്ലീഷും കന്നഡയും ഒക്കെ വേണ്ടേ? രംഗ സീനിയേഴ്സിനെ എടുത്തിട്ടടിക്കുന്നു. രാമഭദ്രൻ ആൻഡ് പ്രേമചന്ദ്രൻ കോളേജിൽ VIP ആയി വിലസുന്നു. അവരെ കാണാമെന്ന് 500 ആന. രംഗനെയും അമ്പാനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരെയും അവർ ലീഗലി ദത്തെടുത്തു. പുതിയ പേരും കൊടുത്തു. രംഗ ഇനി മുതൽ ബാലരാമൻ, അമ്പാൻ ഇനി മുതൽ സ്വാമിനാഥൻ. പിന്നെ ഇനി എന്തോന്ന് പിന്നാൽ ഫുൾ സെറ്റായ 500 ഫാമിലി. അങ്ങനെ പാറക്കാരെ ഇടിച്ച് പഞ്ഞിക്കിട്ടു. ബാക്കിയൊക്കെ നീ ഗോഡ് ഫാദർ സിനിമയിൽ കണ്ടില്ലേ? ഇനിയും പറഞ്ഞാൽ കോപ്പിറൈറ്റ് പ്രശ്നം വരും. അതുകൊണ്ട് എല്ലാരും ഇനി അടുത്ത് ഡാൻസ് കാണും.